current Magic Frames production, Mary Boys, Aishwarya, Shweta Warrior, Parvati Ayappadas and Keertana. All right. Oh, we have everybody, huge round of applause. This is either Cherry feat to give a 4-day-old baby. I would like to ask all of you all. Niveen sir, ee kochina first time kittipo 4 ദിവസം ഉണ്ടായല്ലോ. Has this happened before to you that you've acted with a 4-day-old baby, and what was that experience like? ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല അതും ഹെൽത്തിയായി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്ക് വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ എ സിയിൽ ഇരുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, എ സിയിൽ തിരിച്ചു വരുന്നു. അതൊരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഇതറിയും. 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത് അഖിലിനും ഇഫിനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraksh, did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ടാവില്ല, അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും. പക്ഷെ അതൊരു ഡിസിഷനാണല്ലോ, ഒരു പാരൻസിൻ്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു, ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. Can we please have a huge round of applause for our baby star? This is not a normal story, and absolutely, I think the mother requires a huge round of applause. All right, as a director, I wanted to ask you, how was your experience working with a baby who's only 4 days old? ഒന്നും പറയാൻ പറ്റില്ല, ആ ബേബിനോട് എങ്ങനെയാ ഫ്രണ്ട്സ് മനസ്സിലാക്കുക, ഇനി ഇങ്ങനെ ചെയ്യണം? വെരി കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു പ്രശ്നമില്ലാതെ ഞാൻ ലൈഫിൽ വർക്ക് ചെയ്ത ഏറ്റവും കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് വൺ ടേക്ക് ഓക്കെ തരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു രുദ്രാക്ഷ്, അല്ലേ? എന്നിട്ട് അരുൺ ചേട്ടനൊക്കെ ഉണ്ട് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എളുപ്പമുള്ള കഥയല്ല. ഐ മീൻ ഒരു എന്താ പറയുക,